ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാരായണി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. അപ്പോൾ നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ കേക്ക് എങ്ങനെ അടിപൊളിയായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെഷർമെൻറ്റ് കപ്പില്ല, അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചായ കുടിക്കുന്ന കപ്പോ അല്ലെങ്കിൽ ഉടയുന്ന ഗ്ലാസ്സോ ആ ഒരു മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ എന്തെടുക്കുമ്പോഴും ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ വേണം എല്ലാം എടുക്കാൻ. നമുക്കപ്പം ഈ ഒരു ഫുൾ ഗ്ലാസ് മൈദ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, പൗഡറാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡർ അരിച്ചെടുക്കാം. അല്ലാതെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര നമുക്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൊടിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട് മുട്ടയും പഞ്ചസാരയും കൂടി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അല്ലാതെ സൺഫ്ലവർ ഓയിൽ അതേപോലുള്ള ഓയിൽസ് നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ ഗ്ലാസ്സിൽ തന്നെയാണ് 1/2 ഗ്ലാസ് ഓയിൽ ഒഴിക്കുന്നത്. അതുപോലെ മുട്ടയുടെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ ടേസ്റ്റ് വരില്ല കേക്കിന്. അതുപോലെ തന്നെ ഞാൻ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസിൻ്റെ അടപ്പിൽ തന്നെ ഞാൻ ആ ഒരു അടപ്പ് എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇത് തിളപ്പിച്ച പാലാണ്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കല്ലാതെ വേണമെങ്കിലും ഡയറക്റ്റ് വേണമെങ്കിലും പാൽ ഒഴിക്കാൻ, ചൂടാക്കാതെ തന്നെയും. അപ്പം ചൂടാറി തണുത്തതിന് ശേഷമാണ് ഞാനിതിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാല് കൂടി ആഡ് ചെയ്തപ്പോഴത്തേക്ക് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മൈദയിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമ്മളിത് മൈദയിലേക്ക് ഒഴിക്കുമ്പോൾ ഡയറക്റ്റ് ഒരുമിച്ച് എല്ലാം കൂടി ഒഴിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് ബാക്കിയുള്ളത് മുഴുവൻ കൂടി ആഡ് ചെയ്യുക. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ലൂസായിട്ട് തന്നെ വരണം. ഒരു കട്ടി പോലും ഇല്ല, ഒരു കട്ട പോലും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇളക്കി കൊടുത്തത്. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം.
ഞാൻ ബട്ടർ ഇപ്പോൾ നല്ലപോലെ തടവി കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ. ബട്ടർ ഇല്ലാത്തവർക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ കൺസിസ്റ്റൻസി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തട്ടി കൊടുത്തിട്ട് വേണം ഇത് കുക്കറിലേക്ക് വെക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഞാൻ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഉപ്പ് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാനൊരു തട്ടിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ കേക്കിൻ്റെ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 30 മിനിറ്റ് അടച്ചു വെക്കാം. വിസിൽ വെക്കാതെയാണ് ഇത് ചെയ്യേണ്ടത്. കറക്റ്റ് 30 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തീ ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്ന് നോക്കാം എന്ത് പരുവമായെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇത് വേറൊരു ഡിഷിലേക്ക് പകർത്താൻ പറ്റില്ല. കാരണം ഇത് തണുത്താറിയതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് നോക്കാം ഇത് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ടോയെന്ന്. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പിച്ചാത്തിയാണ് ഉപയോഗിക്കുന്നത്. പിച്ചാത്തി വെച്ച് ഞാൻ ഉള്ളിൽ നോക്കുകയാണ്. ഒന്നും തന്നെ ഇല്ല. നല്ല ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടുന്നൊന്നുമില്ല പിച്ചാത്തിയിൽ. ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റേ ഞാനിത് വേവിച്ചുള്ളൂ. തണുത്താറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. കേക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സൈഡ് പോർഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പീസ് എങ്ങനെയുണ്ടെന്ന്, ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എല്ലാം വെന്തിട്ടുണ്ട്. ഉൾഭാഗം എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് മാത്രമേ ഞാൻ അടുപ്പിൽ വെച്ച് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.